മേടം ലഗ്നം മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2024 എങ്ങനെയുള്ളതായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു വർഷം നിങ്ങൾ ഭാഗ്യത്തിൻ്റെ മാത്രം സപ്പോർട്ട് പ്രതീക്ഷിച്ചിരിക്കരുത്. നിങ്ങളുടെ അധ്വാനത്തിൽ വിശ്വസിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മെയ് മാസം തൊട്ടിട്ട് പെട്ടെന്ന് ആ ഭാഗ്യത്തിൻ്റെ ഒരു സപ്പോർട്ട്, പിതാവിൻ്റെ ഒരു സപ്പോർട്ട്, മേലധികാരിയുടെ സീനിയേഴ്സിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് കുറയുന്നതായിട്ട് കാണാം. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നത് മെയ് മാസം വരെയുള്ള സമയങ്ങളിൽ നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, ഉദരസംബന്ധമായിട്ടുള്ള ആരോഗ്യം, ലിവറിൻ്റെ ആരോഗ്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ആശുപത്രി ചിലവുകൾ കൂടുന്ന സമയമാണ്. അതേപോലെ മേടം രാശി മേടം ലഗ്നക്കാർക്ക് നിങ്ങളുടെ ദശാന്തർദശകൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വിദേശത്ത് ജോലി, മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി, ബാങ്കിങ് സെക്ടറുമായി ബന്ധപ്പെട്ട്, അധ്യാപനവുമായി ബന്ധപ്പെട്ടിട്ട് ആശുപത്രികളിലാണെങ്കിലും ഒക്കെ ജോലി സാധ്യത കൊണ്ടുതരുന്ന ഒരു വർഷം കൂടിയാണിത്. ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിത ശൈലിയിൽ മാറ്റം വരുത്തുന്നതിനെപ്പറ്റി കാര്യമായി ചിന്തിക്കേണ്ടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ആഹാരശീലങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ അപകീർത്തി വരാൻ, നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേൾക്കാനാണെങ്കിലും, അതുപോലെ ഏതെങ്കിലും തരത്തിൽ അഴിമതി, മറ്റു ഷോർട്ട് കട്ടിലൂടെ കാര്യങ്ങൾ നേടുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കും കുറച്ച് നെഗറ്റീവായിട്ട് ഈ ഒരു വർഷം മാറിയേക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം എന്നത് അധ്വാനത്തിൽ വിശ്വസിക്കുക, ഷോർട്ട് കട്ട് വേണ്ട. അപകീർത്തിയെ മറ്റുള്ളവർ നിങ്ങളുടെ പേര് മോശമാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക. വളരെയധികം മോറൽ വാല്യൂസ് മുറുകെ പിടിക്കേണ്ട ഒരു സമയമാണ്. എന്നിരുന്നാലും നിങ്ങൾ നന്നായിട്ട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ വാക്കുകളെ കുറേയൊക്കെ ഡിപ്ലോമാറ്റിക്കായിട്ടൊക്കെ അവതരിപ്പിക്കാനും, മുഖത്ത് നോക്കി പറയുന്ന ശീലമൊക്കെ ഒന്ന് നിർത്തിയിട്ട് ചിന്തിച്ച ശേഷമൊക്കെ സംസാരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ മെയ് മാസം തൊട്ട് കാണാവുന്നതാണ്. വാക്കുകളിൽ ഒരു മാധുര്യം കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ധനപരമായിട്ട് തീർച്ചയായിട്ടും നേട്ടങ്ങൾ കൊണ്ടുതരുന്ന ഒരു വർഷം തന്നെയാണ്. എന്നിരുന്നാലും നിങ്ങളുടെ ദശാന്തർദശകൾ, നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളാണ് എത്രമാത്രം ലാഭം വന്നു ചേരുന്ന ഒരു വർഷമാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു വർഷം നിങ്ങൾ സാഹസികമായിട്ടുള്ള യാത്രകൾ ചെയ്യാനും, അതുപോലെ ട്രെക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാനും പോകാതിരിക്കുക. കുറേയൊക്കെ അപകടങ്ങളെ സൂക്ഷിക്കുക. ആകസ്മികമായിട്ടുള്ള ചില തടസ്സങ്ങൾ വന്നു ചേരുക. യാത്ര പുറപ്പെടുമ്പോഴാണെങ്കിലും നിങ്ങളുടെ പല കാര്യങ്ങൾക്കും ഡിലേ, താമസം വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ദീർഘദൂര യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും, ജോലി സംബന്ധമായിട്ടുള്ള യാത്രകൾ ചെയ്യുമ്പോഴാണെങ്കിലും, നിങ്ങൾ സെയിൽസിലോ മാർക്കറ്റിംഗ് വിഭാഗങ്ങളിലോ പ്രവർത്തിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റ്സ് എന്നത്, നിങ്ങളുടെ ID പ്രൂഫ് ആയിക്കോട്ടെ, പഠിച്ച് നിങ്ങൾ നേടിയ സർട്ടിഫിക്കറ്റ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ വിസ, പാസ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ടുന്ന ഒരു സമയമാണ്. പലതരത്തിലും നിങ്ങൾ വിചാരിക്കാതെ ചില കാര്യങ്ങളിൽ തടസ്സം വന്നു ചേരുക, അല്ലെങ്കിൽ നിങ്ങളുടെ അതോറിറ്റിയിൽ നിന്ന്, ഗവൺമെൻറ്റിൽ നിന്ന് ചില പേപ്പർ വർക്കുകൾ ശരിയാക്കി കിട്ടാനായിട്ട് കാലതാമസം വന്നു ചേരുക. അതുപോലെ നിങ്ങളൊരു സർജറിക്കായിട്ടോ ഒരു രോഗശാന്തിക്കായിട്ടോ ഒക്കെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനും ഒരു ചികിത്സ ലഭിക്കാനും തടസ്സങ്ങൾ വന്നു ചേരുക. ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു വർഷമാണ് മേടം ലഗ്നം മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, വിവാഹം പോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും, പ്രണയം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, ഉന്നത വിദ്യാഭ്യാസത്തിനാണെങ്കിലും, സന്താനങ്ങളുടെ വിദ്യാഭ്യാസമാണെങ്കിലും, നിങ്ങളുടെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള കാര്യത്തെ, ഒരു പ്രൊമോഷനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സംസാരമാണെങ്കിലും, ഒരു മേലധികാരിയോട് സംസാരിക്കുന്നതിനെ പറ്റിയാണെങ്കിൽ, ഇതെല്ലാം മെയ് മാസത്തിന് മുന്നേ ചെയ്യുന്നതാണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. ഈ ഒരു വർഷം ജോലിയുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ കർമ്മക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കൂടുതൽ സൗഹൃദങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കലാകാരന്മാരായിക്കോട്ടെ, യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, മീഡിയയിൽ പ്രവർത്തിക്കുന്നവരായിക്കോട്ടെ, ജേർണലിസ്റ്റ് ആയിക്കോട്ടെ, എഴുത്തുകാരായിക്കോട്ടെ, തീർച്ചയായിട്ടും നെറ്റ്വർക്കിങ്ങിലൂടെ ലാഭം കൊണ്ടുതരുന്ന ഒരു വർഷം തന്നെയാണിത്. ആർക്കാണെങ്കിലും നിങ്ങൾ സ്വന്തം ഹോബിയെ, നിങ്ങളുടെ ഒരു കഴിവിനെ നിങ്ങൾ ഒരു പ്രൊഫഷനാക്കാൻ, ഒരു സൈഡ് ബിസിനസ്സായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് അവസരം കൊണ്ടുതരുന്ന ഒരു വർഷമാണ്. ഇതിൽ നിങ്ങളെ സഹായിക്കുന്നത് സോഷ്യൽ മീഡിയയും അതുപോലെ നിങ്ങളുടെ ആ ഒരു നെറ്റ്വർക്കിങ്ങുമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സൗഹൃദം നിലനിർത്താനും സൗഹൃദം വളർത്താനുമായിട്ട് ഈ ഒരു വർഷത്തെ ഉപയോഗിക്കേണ്ടതാണ്. ആകസ്മികമായിട്ട് ചില ലാഭങ്ങൾ മെയ് മാസത്തിന് ശേഷം വന്നു ചേരുന്നതാണ്. പ്രോപ്പർട്ടി സംബന്ധിച്ചിട്ട് ദീർഘകാലമായിട്ടും നിങ്ങൾ മനസ്സിൽ വച്ചിരുന്ന ഒരു തീരുമാനം നടപ്പിലാക്കുന്നതായിരിക്കാം. നിങ്ങളുടെ സ്വത്ത് സംബന്ധിച്ചിട്ടുള്ള, പിതൃ സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്ന ഒരു വർഷമായിരിക്കും. പലതരത്തിലും നിങ്ങൾ നേരത്തെ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ, ധനപരമായിട്ടുള്ള കാര്യങ്ങൾ, പിതൃസ്വത്തിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ വീട്ടുകാരിൽ നിന്നുള്ള ചില കാര്യങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും പലതും നടക്കാനുള്ളൊരു സമയവും മെയ് മാസത്തിന് ശേഷവും വരുന്നുണ്ട്.
അമ്മയുടെ ആരോഗ്യം കാര്യമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണിത്. അതുപോലെ നിങ്ങളുടെ മാനസികാരോഗ്യം, നിങ്ങളുടെ ഉറക്കം എന്നീ കാര്യങ്ങളും നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. അതുപോലെ നേരത്തെ തന്നെ ലിവർ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെ സംബന്ധിച്ചിട്ട്, കൂടാതെ പൈൽസ് സംബന്ധിച്ചിട്ട്, യൂട്രസ്, കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവരാണെങ്കിലും, ഇൻഫെക്ഷൻ തുടങ്ങിയ അസുഖങ്ങളുള്ളവരാണെങ്കിലും കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ത്രൂ ഔട്ട് ഈ വർഷം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിരുന്നാലും നല്ല ചികിത്സയൊക്കെ ലഭ്യമാകും. എങ്കിലും രാഹുവിൻ്റെ 12ാം ഭാവത്തിലെ പ്രസൻസ് എന്നത് ആശുപത്രി വാസത്തെ, അതുപോലെ ആശുപത്രി ചിലവുകളെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. നമ്മൾ വിചാരിച്ചതിനേക്കാളും പണച്ചിലവ്, കൂടുതൽ ദിവസം ആശുപത്രിയിൽ തങ്ങേണ്ടി വരിക എന്നത്, അതായത് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കില്ല കാര്യങ്ങൾ നടക്കുന്നത്. അതായത് പല കാര്യത്തിലും ശനിയായാലും രാഹു ആയാലും ഈ കാലതാമസം, അതുപോലെ വിചാരിച്ചതിൽ നിന്നും അപ്പുറത്ത് കാര്യങ്ങൾ നടക്കുക എന്നത് കൊണ്ടുതരുന്നുണ്ട്. അപ്പോൾ പല കാര്യത്തിലും നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ, ഒരു ട്രാൻസ്ഫറിനാണെങ്കിലും വിദേശത്തൊരു ജോലിക്കാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാം നല്ലൊരു ഉപദേശം എടുത്ത് ചെയ്യേണ്ടതാണ്. പൊതുവെ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ട്, മറ്റുള്ളവരുടെ ഉപദേശപ്രകാരം ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. അത് ഭൂമിയിലായാലും, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിലും, ഭൂമി, വാഹനം, പ്രോപ്പർട്ടി എന്നീ കാര്യങ്ങളിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത്ര ഒരു നല്ല സമയമല്ല ഇത്. പലതരത്തിലും ഇത്തരം അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ഭൂമി വാങ്ങാനും പല കാര്യത്തിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർ, റിയൽ എസ്റ്റേറ്റിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് പലതരത്തിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയങ്ങൾ വന്നു ചേരുമെങ്കിലും നിങ്ങളുടെ ദശകൾ എന്ത് പറയുന്നു എന്നതിനനുസരിച്ചാണ് തീരുമാനമെടുക്കേണ്ടത്. ഇവിടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന അസുഖമായാലും, ഹോർമോണൽ ഡിസീസ് ആണെങ്കിലും, കണ്ണുകളുടെ ആരോഗ്യമായാലും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ വിരോധികളെ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അപ്രതീക്ഷിതമായി ചില ശത്രുക്കൾ വന്നു ചേരുന്നതായിട്ട് കാണാം. തീർച്ചയായിട്ടും ഇതൊക്കെ ജാതകത്തിലെ ഗ്രഹങ്ങൾ എങ്ങനെയിരിക്കുന്നു, ദശാകാലങ്ങൾ എങ്ങനെയാണ്, ദശാന്തർദശാനാഥന്മാരുമായിട്ട് ഗോചരത്തിലെ ഗ്രഹങ്ങളുടെ ആ ബന്ധം അതിനനുസരിച്ചിട്ടാണ് വരുന്നത്. എന്നിരുന്നാലും വിരോധികൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഒരു മനോഭാവം എന്നത്, നിങ്ങളുടെ അസുഖമായാലും വിരോധികളാണെങ്കിലും നിങ്ങളുടെ ഒരു മനോഭാവം എന്നത് ഇവരെയൊക്കെ ലൈറ്റായിട്ട് കാണുക, ഇവരെയൊന്നും വലിയ സീരിയസ് ആയിട്ട് കാണാതെ, അസുഖമായാലും ശത്രുക്കളെ ആണെങ്കിലും വലിയ സീരിയസ് ആയിട്ട് കാണാത്ത ഒരു പ്രകൃതം നിങ്ങൾ ഈ ഒരു വർഷം പ്രകടിപ്പിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും പല കാര്യത്തിലും ഒരു രക്ഷയായിട്ട് മെയ് മാസത്തിൽ വ്യാഴത്തിൻ്റെ ഗോചരം വരുന്നുണ്ടെങ്കിലും നിങ്ങൾ അസുഖങ്ങളെ ഒന്ന് കാര്യമായിട്ട് പരിഗണിക്കേണ്ടതാണ്. അതിന് യഥാസമയം ചികിത്സ തേടേണ്ടതാണ്. പൊതുവെ ആധ്യാത്മിക കാര്യങ്ങൾക്കും കൂടാതെ റിസർച്ചിനും ഒക്കെ നിങ്ങൾ താല്പര്യം കാണിക്കുന്നതും, ആധ്യാത്മിക യാത്രകൾ ചെയ്യാൻ ആയിട്ട് ദൂരെ ഉള്ള സ്ഥലങ്ങളിലേക്ക് തീർത്ഥയാത്രയ്ക്കൊക്കെ പോകാനായിട്ട് മനസ്സാഗ്രഹിക്കുന്നതും, അത്തരം കാര്യങ്ങൾ നടക്കാനുള്ള ഒരു സമയവും തീർച്ചയായിട്ടും നിങ്ങളുടെ ദശകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം യാത്രകളും സാധിക്കുന്നതാണ്. നിങ്ങളുടെ വിരോധികളെ, ശത്രുക്കളെ നേരിടാനായിട്ട് പല സഹായവും പിന്നീട് വരുന്ന സമയങ്ങളിൽ മെയ് മാസം തൊട്ട് നിങ്ങൾക്ക് വന്നു ചേരുന്നതുമാണ്. പലതരത്തിൽ ഉപദേശങ്ങളും വന്നു ചേരുന്നതാണ്. ഓഫീസിലെ വിരോധികളെ ആണെങ്കിലും നിങ്ങളുടെ ശത്രുക്കളെ ആണെങ്കിലും ഒക്കെ എങ്ങനെ നേരിടണം എന്നത് മറ്റുള്ളവരുടെ ഉപദേശം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത്തരം കാര്യങ്ങളിൽ ഒരു തരത്തിലും നമ്മളായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നതും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഈ ഒരു വർഷം ആശുപത്രിവാസം, അതുപോലെ അസുഖങ്ങൾക്കായിട്ടുള്ള ചിലവുകൾ, അതുപോലെ ശത്രുക്കളെ നിയന്ത്രിക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് കേസ്, കോടതി വഴക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് സെറ്റിൽ ചെയ്യാനായിട്ട് ചിലപ്പോൾ പണം ചിലവഴിക്കേണ്ടി വരിക. ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നത് ഒഴിച്ചിട്ട് മറ്റ് കൂടുതൽ ധനപരമായിട്ട് നഷ്ടങ്ങൾ ഗോചരത്തിൽ അങ്ങനെ പറയാനില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾ എങ്ങനെയിരിക്കുന്നു, ഏത് നക്ഷത്രങ്ങളിലാണ് ഗ്രഹങ്ങൾ ഇരിക്കുന്നത്, ദശാനാഥനിൽ നിന്ന് ഗോചരത്തിലെ ഗ്രഹങ്ങൾ എവിടെ ഇരിക്കുന്നു, ഏത് മഹാദശാന്തർദശകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് ഫലം ഇരിക്കുന്നത്. ഇത് വളരെ ജനറലായിട്ടുള്ള ഫലമാണ്. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.